നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മലയോര മേഖലയിലുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടൽ. തൊടുപുഴയ്ക്ക് സമീപം രണ്ടിടത്ത് ഉരുൾപൊട്ടി. മുട്ടം ചള്ളാവയലിലും അടൂർമലയിലും ഉരുൾപൊട്ടിയെന്നാണ് പ്രാഥമിക വിവരം. പൂഞ്ഞാർ പയ്യനിത്തോട്ടത്തിലും പത്തനംതിട്ട തൂമ്പാക്കുളത്തും ഉരുൾപൊട്ടലുണ്ടായി. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചു. കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. മഷിക്കല്ലിൽ രവിനാരായണന്റെ ഭാര്യ സുമതിയാണ് മരിച്ചത്. ഇവരുടെ മകൻ രതീഷിനെ പരിക്കുകളോടെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ഇടുക്കിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. പമ്പാ നദി കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. റാന്നി ടൗണിലെ മാമുക്ക്, പള്ളിമുക്ക് പാലങ്ങൾ മുങ്ങി. റാന്നി, തിരുവല്ല, റാന്നി, ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി റൂട്ടുകളിൽ ഗതാഗതം മുടങ്ങി. ശബരിമല, പമ്പയിലും വെള്ളപ്പൊക്കമാണ്. അമേരിക്ക ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാത വിതരണത്തിന് നിയന്ത്രണം വന്നതോടെ പുതിയ കണക്ഷനുകൾ നൽകുന്നത് നിർത്തി. യുദ്ധത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വന്നിട്ടും ചില ഏജൻസികൾ പുതിയ കണക്ഷനുകൾ നൽകുന്നില്ല. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ വിതരണ കമ്പനി അധികൃതർ തയ്യാറാവുന്നുമില്ല. പുതുതായി വീട് വെച്ചവരും ജോലിക്കും മറ്റുമായി എത്തി താമസിക്കുന്നവരുമെല്ലാം ഇത് കാരണം ബുദ്ധിമുട്ടുകയാണ്. നിലവിൽ പാചകവാതക പ്രതിസന്ധി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. കണക്ഷനായി ഏജൻസികളിൽ അന്വേഷിക്കുന്നവരോട് അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമാണ് പറയുന്നത്. 1 സിലിണ്ടർ മാത്രമുള്ളവർക്ക് അധിക തുക അടച്ചാൽ നേരത്തെ മറ്റൊന്നുകൂടി നൽകുമായിരുന്നു. അതും ഇപ്പോൾ നൽകുന്നില്ല. ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ ഗ്യാസ് നൽകേണ്ടതില്ലെന്ന നിർദ്ദേശവും ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രേഖാമൂലം ഇത് സംബന്ധിച്ച നിർദ്ദേശമൊന്നുമില്ല. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം BJP കൗൺസിലർ R. സുഗതന് കൗൺസിലിൽ പങ്കെടുക്കുന്നതിൽ 6 മാസത്തേക്ക് അവധി നൽകി. സുഗതന്റെ അവധി അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം. അപേക്ഷയിൽ മന്ത്രിയോ വകുപ്പ് സെക്രട്ടറിയോ അറിയാതെ തീരുമാനം എടുത്തെന്നാണ് വിലയിരുത്തൽ. സുഗതൻ നൽകിയ അപേക്ഷ തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായത്തിന് വിട്ടിരുന്നു. അവധി അപേക്ഷ കൗൺസിലിന് പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചത് തദ്ദേശ വകുപ്പാണ്. ഇതുകൂടി ഉൾപ്പെടുത്തി ആഭ്യന്തര അണ്ടർ സെക്രട്ടറി കത്ത് നൽകിയായിരുന്നു. തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമാക്കിയതിൽ മന്ത്രിക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. 20 ലക്ഷം ജനസംഖ്യയുള്ള നഗരങ്ങളിലെ മെട്രോ അനുവദിക്കുമെന്ന മാനദണ്ഡം കേന്ദ്രം കർശനമാക്കിയതോടെ തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികൾ തുലാസിൽ. 16.79 ലക്ഷമാണ് തിരുവനന്തപുരത്തെ ജനസംഖ്യ. കോഴിക്കോട് 6 ലക്ഷത്തോളമേയുള്ളൂ. കോയമ്പത്തൂർ, മധുര നഗരങ്ങളിൽ മെട്രോയ്ക്കുള്ള അപേക്ഷ കേന്ദ്രം നിരസിച്ചതാണ് ആശങ്ക സൃഷ്ടിച്ചത്. രണ്ടിടത്തും 15 ലക്ഷം വീതമാണ് ജനസംഖ്യ. അതേസമയം 20 ലക്ഷം ജനസംഖ്യ ഇല്ലെങ്കിലും തലസ്ഥാന നഗരങ്ങൾക്ക് മെട്രോ അനുവദിക്കാറുണ്ട്. ബീഹാറിലെ തലസ്ഥാനമായ പാറ്റ്ന 17 ലക്ഷം, മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാൽ 18.8 ലക്ഷം എന്നിവിടങ്ങളിൽ അനുവദിച്ചിരുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ അഗതി മന്ദിരത്തിലെ ലൈംഗിക അതിക്രമ കേസിൽ സ്ഥാപന നടത്തിപ്പുകാരൻ ബ്രദർ മാത്യു ആൽബിൻ അറസ്റ്റിൽ. പുന്നപ്ര ശാന്തിഭവൻ അഗതി മന്ദിരത്തിലെ ജീവനക്കാരിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. ജീവനക്കാരിക്ക് നേരെ ലൈംഗിക ചേഷ്ടകൾ കാട്ടുന്നതടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ആൽബിൻ പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. അറസ്റ്റ് ഉറപ്പായതോടെ ആൽബിൻ ഇന്നലെ വൈകിട്ട് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. PM ശ്രീ പദ്ധതിയുമായി UDF മുന്നോട്ടെന്ന തരത്തിൽ പറഞ്ഞ കൺവീനർ അടൂർ പ്രകാശിനെ ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി തിരുത്തി. UDF യോഗം അത്തരം തീരുമാനം എടുത്തിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയതിനു പിന്നാലെ പദ്ധതി തുടരാൻ തീരുമാനിച്ചിട്ടില്ലെന്നും വിഷയം മന്ത്രിസഭ ഉപസമിതി പരിശോധിക്കുമെന്നുമുള്ള വിശദീകരണവുമായി അടൂർ പ്രകാശ് നിലപാട് മാറ്റി. പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നൊരു വാക്ക് അടൂർ പ്രകാശ് വ്യാഴാഴ്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലെങ്കിലും അതുതന്നെയാണ് UDF ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് ചേർന്നെന്ന CPM വിമർശനം കൂടി വന്നതോടെ അതിനെ പ്രതിരോധിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി രംഗത്തിറങ്ങിയത്. എന്നാൽ പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിലും കരിക്കുലത്തിലും പിടിമുറുക്കി PM ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനം എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സഹായം നിർണായകമായ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തികമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്.
മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് അടുത്ത ആഴ്ച വരുന്നതോടെ കൂടുതൽ വ്യക്തതയുണ്ടാവും. റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും നിയമോപദേശവും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളുടെ ഫലവും വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. 8 വർഷം മുമ്പ് കണ്ണൂരിൽ അമ്മയുടെ മുന്നിലിട്ട് സഹോദരങ്ങളായ RSSകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി. പാനൂർ പാത്തിപ്പാലത്തെ RSS പ്രവർത്തകരായ റിജിൻ, റിജേഷ് എന്നിവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. CPM പ്രവർത്തകരായ 5 പേരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ദിബിൻ, ഷെറിൻ, നിഖിൽ, ഷാജിദ്, സൂരജ് എന്നീ CPM പ്രവർത്തകരാണ് കുറ്റക്കാർ. KSRTC ബസ്സുകളിലെ സംവരണ സീറ്റിൽ അനർഹർ യാത്ര ചെയ്താൽ 250 രൂപ പിഴ ഈടാക്കാൻ നിർദ്ദേശം. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി സ്റ്റേജ് കാരേജുകളിൽ മുതിർന്ന പൗരന്മാർക്ക് 20% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 10% വീതവും. റിസർവേഷനില്ലാത്ത ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലേക്കുള്ള സർവീസുകളിൽ 2 സീറ്റുകളും നീക്കിവെച്ചിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കമ്മീഷൻ പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് PSCയിൽ നടന്ന എല്ലാ ക്രമക്കേടുകളിലും CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സംസ്ഥാന സർക്കാർ സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകളുടെ ഇതുവരെയുള്ള ചെലവ് 45 കോടി രൂപ. ഇതിൽ ഇനിയും കൊടുത്തു തീർക്കാനുള്ളത് 2.40 കോടിയെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നതിനാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് വാടക ഹെലികോപ്റ്ററിനെ ശക്തമായി എതിർത്ത കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ കരാർ പുതുക്കാനുള്ള നീക്കത്തിലാണ്. ഇത് സംബന്ധിച്ച ശുപാർശ DGP സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു. 5 സീറ്റുള്ള 10 കോപ്റ്ററുകൾ വാങ്ങാനുള്ള പണമാണ് ഇടത് സർക്കാർ ഇതിനകം ധൂർത്തടിച്ചതെന്ന ആരോപണം ശക്തമാണ്. കുൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 3 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയായിരുന്നു. അതേസമയം ആക്രമണം നടത്തിയ ഭീകരർക്കായി സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുകയാണ്. ജമ്മുവിലെ ഖൗർ മേഖലയിൽ കണ്ട പാകിസ്ഥാൻ നിരീക്ഷണ ഡ്രോൺ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തി. ചക്ല ഗ്രാമത്തിന് സമീപത്തായുള്ള പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്നതിനെ തുടർന്നാണ് ഡ്രോൺ തകർത്തത്. ചൈനീസ് നിർമ്മിതമായ ഡ്രോണിനൊപ്പം 64 GB മൈക്രോ SD കാർഡും സൈനികർ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ജൂഡോ ചരിത്രം തിരുത്തി അസ്മിത ഡേ. വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ കാനഡയുടെ ഹൈഡി ക്വാച്ചിനെ ഗോൾഡൻ സ്കോറിൽ വീഴ്ത്തിയാണ് അസ്മിത സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ എന്ന ചരിത്ര നേട്ടവും ഇതോടെ അസ്മിതയുടെ പേരിലായി. കടുത്ത പോരാട്ടമായ ഫൈനലിൽ യൂക്കോ പോയിന്റിൽ 2-1 എന്ന നിലയിലാണ് 23-കാരിയായ ഇന്ത്യൻ താരം വിജയം പിടിച്ചെടുത്തത്. പുരുഷ വിഭാഗം ജാവലിൻ ഫൈനലിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടി. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 202 രൂപയും കൊൽക്കത്തയിൽ 209 രൂപയും കുറഞ്ഞു. ഈ പരിഷ്കരണത്തെ തുടർന്ന് വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്നതോടെ ഡൽഹി വാണിജ്യ സിലിണ്ടറുകളുടെ വില 2728 രൂപയും കൊൽക്കത്തയിൽ 2872 രൂപ 50 പൈസയുമാണ്. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ VCA ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാത്തതിനെ തുടർന്ന് 17-കാരിയായ വനിതാ ക്രിക്കറ്റ് താരം നാഗ്പൂരിലെ വസതിയിൽ ആത്മഹത്യ ചെയ്തു. അകോല സ്വദേശിയായ അതിഥി മരേശ്വർ ചൌക്കണ്ടയാണ് മരിച്ചത്. കഴിഞ്ഞ 2 വർഷമായി അമ്മയോടൊപ്പം നാഗ്പൂരിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയർ എന്ന സ്വപ്നവുമായി സർഫ് ക്രിക്കറ്റ് അക്കാദമിയിൽ തീവ്രമായ ക്രിക്കറ്റ് പരിശീലനത്തിലായിരുന്നു ഇവർ. സഹോദരനും ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. എന്നെ തെരഞ്ഞെടുത്തില്ല എന്ന് എഴുതിയതായി പറയപ്പെടുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. മുസ്ലിങ്ങൾക്കിടയിലെ ബഹുഭാര്യത്വം പൂർണ്ണമായും നിരോധിക്കണമെന്നും മുസ്ലിങ്ങൾക്കുള്ള വ്യക്തി നിയമത്തിലെ തുല്യ നിയമപരമായ അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ, ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്രത്തിൽ നിന്ന് പ്രതികരണം തേടുകയും തീർപ്പ് കൽപ്പിക്കാത്ത സമാനമായ കേസുകൾക്കൊപ്പം ഈ വിഷയത്തെയും ഉൾപ്പെടുത്തുകയും ചെയ്തു. 1937 മുസ്ലിം വ്യക്തിഗത ശരിയ അപേക്ഷാ നിയമത്തിലെ സെക്ഷൻ 2 ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വനിതാ അവകാശ പ്രവർത്തകയായ സാക്യ സോമൻ, ഡോക്ടർ നൂർജഹാൻ, സഫിയ നിയാസ് തുടങ്ങിയവർ ഹർജി സമർപ്പിച്ചത്. ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ സെല്ലുകൾ സ്ഥാപിച്ച് 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പ്രധാനമന്ത്രി സൂര്യ സരോവർ എന്നാണ് പേര്. 5070 കോടി രൂപ വകയിരുത്തി. 81 അണക്കെട്ടുകളും വിശാല കായൽപ്പരപ്പുമുള്ള കേരളത്തിന് അനുഗ്രഹമാകും. രാജ്യത്ത് നിലവിൽ സമാന രീതിയിൽ ഏകദേശം 700 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
സംസ്ഥാനങ്ങൾ കമ്മീഷൻ ചെയ്യുന്ന പദ്ധതികൾക്ക് മെഗാവാട്ടിന് 1 കോടി രൂപ വീതം കേന്ദ്ര സഹായം നൽകും. കൂടാതെ ബാർത്തിമെട്രി, ജലാശയങ്ങളുടെ ആഴമറിയൽ, ഹൈഡ്രോഗ്രാഫി, ജലഘടന അവലോകനം തുടങ്ങിയ സാധ്യതാ പഠനങ്ങൾക്കായി ഒരു പദ്ധതിക്ക് 50 ലക്ഷം രൂപ വീതവും നൽകും. പദ്ധതിയുടെ കാലാവധി 2030-31 സാമ്പത്തിക വർഷം വരെയാണ്. സാമ്പത്തിക സഹായം 2032-33 വരെ തുടരും. ഫ്ലോട്ടിംഗ് സോളാർ വഴി രാജ്യത്ത് 102.18 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചൂടുമാറ്റത്തിന് പിന്നാലെ ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിച്ച DMK പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരില്ലെന്ന് സൂചന. DMKയുമായി ചേർന്ന് മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് വിജയുടെ പാർട്ടിയായ TVKയുമായി സഖ്യം ചേർന്ന് ഭരണത്തിൽ കയറിയതോടെയാണ് തമിഴ്നാട്ടിൽ ഇരു പാർട്ടികളും തമ്മിൽ തെറ്റിയത്. എന്നാൽ പാർലമെന്റിൽ തങ്ങൾക്കൊപ്പം DMK നിൽക്കുമെന്നാണ് രാഹുലും കൂട്ടരും കരുതിയത്. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനാണ് DMK മുതിർന്നത്. ചർച്ചയ്ക്കിടെ പ്രക്ഷോഭകർക്കെതിരായ പോലീസ് അതിക്രമത്തെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒന്നടങ്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് വിമർശിച്ചപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച പാർട്ടി MP ദയാനിധി മാരൻ സർക്കാരിനെ വിമർശിച്ചുവെങ്കിലും അമിത്ഷായെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു. നേരത്തെ കോൺഗ്രസുമായി അകലം പാലിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി അവർക്കൊപ്പമുള്ള ഇരിപ്പിടം മാറാൻ DMK കത്ത് നൽകിയിരുന്നു. ഇത് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾക്ക് മറുപടിയായി ആക്രമണമുണ്ടായാൽ ഇസ്രായേലിന്റെയും US-ന്റെയും പ്രാദേശിക ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ജൂലൈ 28-ന് പ്രചരിച്ച ഒരു തുറന്ന കത്തിൽ ഓപ്പൺ AI, ആന്ത്രോപിക്, ഗൂഗിൾ, മെറ്റ എന്നിവയുൾപ്പെടെ AI കമ്പനികളിലെ 1100-ലധികം ജീവനക്കാർ ഒപ്പുവെച്ചു. മനുഷ്യർക്ക് സുരക്ഷിതമായ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗതയിൽ AI മുന്നേറിയാൽ പരിശോധിക്കാവുന്ന ആഗോള മാന്യത്തെ ഏകീകരിപ്പിക്കാൻ കഴിയുന്നതുമായ ഒരു അന്താരാഷ്ട്ര പേസിംഗ് മെക്കാനിസത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ US സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടു. നേപ്പാളിൽ 4ാമത്തെ ജില്ലയായ സപ്താര ജില്ലയിലേക്കും വർഗീയ കലാപം ആളിപ്പടർന്നതോടെ 2 സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി മരിച്ചവരുടെ എണ്ണം 3ആയി. സൺസാരി, ധനുഷ, സിറാഹ എന്നീ ജില്ലകളിലും വർഗീയ കലാപം നടന്നതിനെ തുടർന്ന് കർഫ്യൂവും നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ പ്രധാനമന്ത്രി ബലൈൻ ഷാ വിയർക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.